ഇറാനിലെ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം ശക്തമായതിന് പിന്നാലെ പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു യുദ്ധഭീതിയിലാണെന്ന് പറയാം. ഇറാനിൽ സൈനിക ഇടപെടൽ ഉണ്ടായേക്കാമെന്ന അമേരിക്കൻ നിലപാടിനോട് അതേ നാണയത്തിലാണ് ഇപ്പോൾ ഇറാന്റെ മറുപടി. അമേരിക്ക ഒരു യുദ്ധം പരീക്ഷിക്കണം എന്നാണെങ്കിൽ ഞങ്ങളും തയ്യാർ എന്നാണ് ട്രംപിന്റെ യുദ്ധഭീഷണിയോടുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണമുണ്ടായത്. അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇറാൻ മന്ത്രിയുടെ മറുപടി. നിലവിലെ അസ്വാരസ്യങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയ മാർഗങ്ങൾ തുറന്നിരിക്കുകയാണ്. ഇറാൻ എന്ത് നീക്കത്തിനും തയ്യാറാണ്. നിലവിൽ വലിയ വിപുലമായ സൈനിക സംവിധാനം തങ്ങൾക്കുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി എടുത്തു പറഞ്ഞു. ഇറാനിലെ പ്രക്ഷോഭത്തിന് പിന്നിൽ വിദേശ ഇടപെടലാണെന്നും പ്രക്ഷോഭകർക്ക് വിദേശത്ത് നിന്നും ആയുധം എത്തിച്ചെന്നും അബ്ബാസ് അരാക്ചി ആരോപിച്ചു. അമേരിക്കയും ഇസ്രയേലിനെയും ലക്ഷ്യം വെച്ചായിരുന്നു ആ പരാമർശം നടത്തിയത്. ഏറെ ഗൗരവത്തോടെയാണ് ഇറാനിലെ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നതെന്നും ശക്തമായ സൈനിക നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും വൈകാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇറാനെതിരെ സൈനിക നടപടി പരിഗണനയിൽ ഉണ്ടെന്ന് പറയുമ്പോഴും ആദ്യത്തെ പരിഗണന നയതന്ത്ര നീക്കത്തിനാണെന്നും അമേരിക്ക വെളിപ്പെടുത്തുന്നുണ്ട്. ട്രംപ് വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കുകയാണ്. ഇറാൻ വിഷയത്തിൽ ഏത് രീതിയിലാണ് ഇടപെടേണ്ടതെന്ന് ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. ഇറാനിലെ സൈനിക ഇടപെടലിന്റെ സാധ്യതകളെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇറാന്റെ പ്രതികരണത്തിലേക്കായിരുന്നു. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ഒരു വ്യക്തമായ നയമാണിപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ അതിനെ നേരിടാൻ പൂർണ്ണ സജ്ജവുമാണ് എന്ന ഇറാന്റെ വാക്കുകൾ ഒരു ജനതയുടെ ആത്മവിശ്വാസമാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ ആത്മാഭിമാനം പണയം വെക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇറാൻ. രാജ്യത്തിനകത്തെ പ്രതിഷേധങ്ങളെക്കുറിച്ച് ഇറാൻ സർക്കാർ പറയുന്നത് സ്ഥിതി ഇപ്പോൾ നിയന്ത്രണത്തിൽ ആയി എന്നാണ്. പുറത്തുനിന്നുള്ള ശക്തികളാണ് ഈ പ്രക്ഷോഭത്തിന് പിന്നിലെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. ആഭ്യന്തര വിഷയങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ്. അവയെ സൈനിക ഇടപെടലിലേക്ക് നയിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പരമാധികാരത്തിന്റെയും ലംഘനമാണെന്നും ഇറാൻ പറയുന്നു. ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തതിനെക്കുറിച്ച് ഇറാൻ പറയുന്നത് അക്രമം നിയന്ത്രിക്കാനായി എടുത്ത താൽക്കാലിക നടപടി എന്നാണ്. ബാഹ്യ ശക്തികൾ സാമൂഹിക അസ്ഥിരത വർദ്ധിപ്പിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു എന്ന ആശങ്കയും ടെഹ്റാൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ ദേശീയ സുരക്ഷയും പൊതുസമാധാനവും മുൻനിർത്തിയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തത് എന്നാണ് ഇറാന്റെ നിലപാട്. അതേസമയം മൂന്നാം വാരത്തിലേക്ക് കടക്കുന്ന ഇറാനിലെ പ്രക്ഷോഭത്തിൽ മരണം 650 കടന്നിരിക്കുകയാണ്. പ്രക്ഷോഭകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ ഭരണകൂടം പറയുമ്പോഴും പതിനായിരങ്ങളാണ് തെരുവിൽ പ്രതിഷേധവുമായി സംഘടിക്കുന്നത്. ഇന്റർനെറ്റ് സേവനങ്ങളെല്ലാം ഇപ്പോഴും ഈ രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നത് വളരെ വ്യക്തമാണ്. രാജ്യം ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള ഏത് ഭീഷണിയെയും നേരിടാൻ തയ്യാറുമാണ്. ഭീഷണിയുടെ ഭാഷ ഉപേക്ഷിച്ച് പരസ്പര ബഹുമാനത്തോടെ ചർച്ചകൾ തുടർന്നാൽ തീരാവുന്ന പ്രശ്നമാണ് ഇതെന്നും ഇറാൻ സൂചന നൽകുകയാണ്.